4-ാം അധ്യായം. യഹൂദായുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൺ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിന്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സ്വരത്യരുടെ കുലങ്ങൾ. ഏതാമിന്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ: യിസ്രയേൽ, യിഷ്മ, യിദ്ബാഷ്. അവരുടെ സഹോദരിക്ക് ഹസലൽപോനി എന്നു പേർ. പെനുവേൽ ഗദോരിന്റെ അപ്പനും ഏസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബത്ലഹേമിന്റെ അപ്പനായ എഫ്രോത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശൂരിന് ഹേല, നയര എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു. നയര അവന് അഹുസാം, ഹേഫർ, തേമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, എത്നാൻ. കോസ് അനൂബിനെയും സൊബേബയെയും ഹാരൂമിന്റെ മകനായ അഹഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഷൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത്ത്രാഫയെയും പാസേഹയെയും ഈർനാഹാഷിന്റെ അപ്പനായ തെഹിന്നയെയും ജനിപ്പിച്ചു. ഇവർ രേഖാനിവാസികളാകുന്നു. കെനസീന്റെ പുത്രന്മാർ ഒത്നീയേൽ, സെരായാവ്. ഒത്നീയേലിന്റെ പുത്രന്മാർ ഹത്തത്ത്, മെയോനോഥയി, ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗേഹരാശീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാരായിരുന്നുവല്ലോ. യെഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലായുടെ പുത്രന്മാർ കെനസ്. യഹേലലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തിരിയ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ യേഥർ, മേരദ്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിര്യാമിനെയും ഷമ്മയെയും എസ്തെമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗദോരിന്റെ അപ്പനായ യേരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബരിനെയും സാനോഹയുടെ അപ്പനായ യഖൂത്തിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരദ് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിഥ്യയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദീയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്യനായ കെയീലയുടെ അപ്പനും മയഖാത്യനായ എസ്തമോവയും തന്നെ. ഷീമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹാനാൻ, തീലോൻ. യീശിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദായുടെ മകനായ ശേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും, മാരേശയുടെ അപ്പനായ ലതയും. ബേത്ത് അഷ്ബയിൽ ക്ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും. യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും യാശൂബി ലേഹമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായീമിലും ഗേദരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ശിമയോന്റെ പുത്രന്മാർ നെമൂവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ശൌൽ. അവന്റെ മകൻ ശല്ലൂം, അവന്റെ മകൻ മിഷ്ബാം, അവന്റെ മകൻ മിബ്ഷാം, അവന്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമൂവേൽ, അവന്റെ മകൻ സക്കൂർ, അവന്റെ മകൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദാ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോലാദയിലും ഹസർഷൂവാലിലും ബിൽഹയിലും എസമിലും തോലാദിലും ബെഥുവേലിലും ഹോർമാനിലും സിക്ലാഗിലും ബേത്ത് മർക്കാബോത്തിലും ഹസർസൂസീമിലും ബേത്ത് ബിരിയിലും ഷയരയീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ചവരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയീൻ, റിമ്മോൻ, തോഖൻ, ആശാൻ. ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയുമുണ്ടായിരുന്നു. മൊശോബാബ്, യംലേക്, അമസ്യാവിന്റെ മകനായ യോശ, യോവേൽ, അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ ഷൊബിവ്യാവിന്റെ മകനായ യേഹു, ഇല്യോവേനായി, യയക്കോബ, യശോഹായാവ്, അസായാവ്, അദീയേൽ, യസീമിയേൽ, ബെനായാവ്,
ശമയാവിന്റെ മകനായ ശിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലത്തിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവുമുള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദാ രാജാവായ യെഹിസ്കീയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെയുണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചലുള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്യാവ്, നയര്യാവ്, രഫായാവ്, ഉസ്സിയേൽ എന്നീ തലവന്മാരോടുകൂടെ സേയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു.